ലീഗ് നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നാണ് പി.വി. അൻവർ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടുതലൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ലീഗുമായുള്ള ചർച്ച പോസിറ്റീവാണോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ലീഗ് നേതാക്കളെ കണ്ട ശേഷമാണ് പി.വി. അൻവർ ഇപ്പോൾ സംസാരിച്ചത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പമുണ്ട്. അഷ്കർ അലി കരിമ്പ, പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും അദ്ദേഹം പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ലീഗിൽ നിന്നാണ്. ലീഗിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വന്ന് നേരിട്ട് കണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. കാര്യങ്ങൾ പോസിറ്റീവാണോ? സുജിയ, ഒരു സാധാരണ കൂടിക്കാഴ്ചയാണ് നടത്തിയത്. നേരത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ നേരത്തെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത്തരത്തിൽ കാണേണ്ട സാഹചര്യങ്ങളൊക്കെ കാണുകയും ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്ന നേതാക്കളാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അതുകൊണ്ട് തനിക്ക് ചില കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. അത് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എത്തിയത്. കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയ ചർച്ച പോസിറ്റീവാണെന്ന ചോദ്യത്തിന് എല്ലാ സമയത്തും ഇവിടെ എത്തിയപ്പോൾ പോസിറ്റീവാണ് എന്നുള്ള ഒരു മറുപടിയാണ് പി.വി. അൻവർ നൽകിയിരിക്കുന്നത്. അഥവാ നേരത്തെ തന്നെ പി.വി. അൻവറിന് അനുകൂലമായൊരു നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇന്നത്തെ ചർച്ചയിലും സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒരു നിർണായക കൂടിക്കാഴ്ച ആദ്യഘട്ടത്തിൽ അകത്തേക്ക് മാധ്യമങ്ങളെ ഒഴിവാക്കിയാണ് ചർച്ചയ്ക്ക് വേണ്ടി പി.വി. അൻവറും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും അകത്തേക്ക് കയറിയത്. അതിനുശേഷം പിന്നീട് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പി.വി. അൻവറിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചർച്ച പോസിറ്റീവാണ് എന്നുള്ള രീതിയിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതിനി കോൺഗ്രസ് നേതൃത്വമായുള്ള ഒരു മീഡിയേറ്ററായി ഇനി ലീഗ് സംസാരിക്കും എന്ന് തന്നെയാണ് പി.വി. അൻവറിൻ്റെ വിലയിരുത്തൽ. കാരണം പലപ്പോഴും പി.വി. അൻവറിന് വേണ്ടി ഏറ്റവും സമ്മർദ്ദ ശക്തിയായി നിലനിന്നിരുന്നതും വാദിച്ചിരുന്നതും മുസ്ലിം ലീഗ് നേതൃത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ച സ്വാഭാവികമായിട്ടും പി.വി. അൻവറിന് ഒരു അനുകൂല ഘടകമാകാൻ തന്നെയാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 ദിവസത്തെ ഒരു സമയം UDF നേതൃത്വത്തിന് വേണ്ടി മുമ്പിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വെച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടിയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഈ 2 ദിവസത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് പി.വി. അൻവർ പറയുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും ആ മത്സരമോ സ്ഥാനാർത്ഥിത്വമോ തള്ളാതെയുള്ള പ്രതികരണം പി.വി. അൻവർ ആവർത്തിച്ച് നടത്തുന്നു. ഏതെങ്കിലും വിധത്തിൽ അനുനയ നീക്കം ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ നിലമ്പൂരിൽ പി.വി. അൻവർ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഈ ഘട്ടത്തിലും ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിന് മാത്രമല്ല കോൺഗ്രസിനോടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ ശക്തമായി ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു തരത്തിലും പി.വി. അൻവറുമായി ഒരു ഉടക്കുണ്ടാവുന്ന രീതിയിൽ ഇല്ലെങ്കിൽ വിഘടിച്ചു പോകുന്ന രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോകരുത്, പി.വി. അൻവറിനെ ചേർത്ത് നിർത്തണമെന്നുള്ള നിലപാടാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ കോൺഗ്രസ് അടക്കം നൽകിയിരിക്കുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ കോൺഗ്രസും പി.വി. അൻവറും രണ്ടുപേരും ഒന്ന് അയഞ്ഞ് ഒരു സമന്വയത്തിലേക്ക് പോകും, സമവായത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ശക്തമായ ഒരു വിലപേശൽ തന്ത്രത്തിൽ തുടരുകയാണോ അൻവർ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അഷ്കർ അലി, മുബഷിർ പി. അക്ബർ പി.വി. അൻവറിന് ഒപ്പം തന്നെയുണ്ട്. മുബഷിർ, പി.വി. അൻവർ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടന്നില്ല. ആറ്റിക്കുറുക്കിയ വാചകങ്ങളായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. മാത്രമല്ല മാധ്യമങ്ങളെ ഒഴിവാക്കിയാണ് കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നത് പോലും. എന്താണ് മനസ്സിലാക്കേണ്ടത്? സാധാരണഗതിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഓഫീസിന്റെ മുൻവശത്തോടു കൂടിയാണ് അത്തരത്തിൽ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വരാറുള്ളത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പി.വി. അൻവർ അതിനുള്ളിൽ നിന്നും പുറത്തു വന്നത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പകർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ വലിയ പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ല, അവകാശവാദങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. നേരത്തെയും ലീഗ് നേതാക്കളെ കണ്ടിരുന്നു, പിന്തുണ ഉറപ്പിച്ചിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് വലിയ പിന്തുണ നൽകുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ഒരു മേഖലയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമോ ആ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് സുജയ പാർവതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതിൽ സ്വാഭാവികമായിട്ടും രാജിവെച്ച MLA എന്ന നിലയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ച ഒരു MLA എന്ന നിലയിൽ പി.വി. അൻവറിന്റെ പിന്തുണ UDF ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. അതേസമയം തന്നെ മുസ്ലിം ലീഗ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയായി എടുക്കണമെന്ന കാര്യത്തിലൊന്നും തന്നെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരമൊരു സമ്മർദ്ദം ഒന്നും തന്നെ മുസ്ലിം ലീഗ് ചെലുത്തിയിട്ടില്ല. അക്കാര്യത്തിൽ UDF നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്, കോൺഗ്രസ് ആണ് ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. അവർ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. പക്ഷേ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പി.വി. അൻവറിന്റെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അത് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. പി.വി. അൻവർ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി പുറത്തു വന്ന പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ. കാരണം അഷ്കർ അലി കരിമ്പയുമാണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പി.വി. അൻവർ കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്.